ഭക്തി താ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. സദാ കർമ്മനിരതമായ ഒരു ജീവിതവും കർമ്മത്തിനേറെ പ്രാധാന്യമുള്ള അധ്യാത്മദർശനവും ശ്രീകൃഷ്ണ ഭഗവാൻ ലോകത്തിന് കാഴ്ചവെച്ചു. താൻ ഉപദേശിച്ചതെല്ലാം സ്വജീവിതത്തിലൂടെ അദ്ദേഹം ജീവിച്ച് കാണിച്ചു തന്നു. കുരുക്ഷേത്ര ഭൂമിയിൽ ഭഗവാൻ അർജുന ഉപദേശിച്ച ഗതാശാസ്ത്രം സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്. ഈശ്വരമഹിമയെ പ്രകാശിപ്പിക്കുന്ന അനേകം ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. എന്നാലൊരു അവതാര പുരുഷൻ പരമാത്മാവായി ഇരിക്കവേ തന്നെ സ്വന്തം അനുഭവത്തിൻ്റെ രൂപത്തിൽ ഈശ്വരമഹിമയെ വ്യക്തമാക്കുന്നു. ഭഗവത്ഗീതയുടെ 9-ാം അധ്യായത്തിൽ ഭഗവാൻ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പ് നൽകുന്നു. ആരുടെ മനസ്സാണ് എപ്പോഴും തന്നിൽ ലയിച്ചിരിക്കുന്നത്, അവരുടെ യോഗവും ക്ഷേമവും ഞാൻ സംരക്ഷിക്കും. പൂർണ്ണനായ ഒരു തപസ്യയുടെ മുമ്പിൽ ത്രിലോകവും മുട്ടുകുത്തും എന്നുള്ളതാണ്. അവർക്ക് വിചാരിക്കേണ്ട എല്ലാം അവിടെ എത്തിക്കൊള്ളും, പട്ടിണിയിടന്ന് മരിക്കേണ്ട കാര്യമില്ല. ശരിക്കും ഒരു തപസ്യ എന്നുള്ളത് കാന്തം പോലാണ്. പക്ഷെ അവർക്കൊന്നും ഇച്ഛിക്കുക, അവർ ആഗ്രഹിക്കില്ല, എല്ലാം എത്തിച്ചേരും. പൂർവപക്ഷം ഭക്തന്മാർക്കും ഭഗവാൻ ഒരു മാർഗം മാത്രമാണ്. ലക്ഷ്യം ഏതെങ്കിലും ഒരു ലൗകിക വസ്തുവിലായിരിക്കും. ഇപ്പം അമ്പലത്തിൽ പോകുന്നു, അമ്പലത്തിൽ പോയാലും ഇന്ന കാര്യം സാധിച്ചാന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇരിക്കുന്നത്. അപ്പം അത് പ്രാർത്ഥനയെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരാളെ കാണാൻ പോവുക, പക്ഷെ എന്തിനു വേണ്ടിയാണ്? അയാളോട് കുറച്ച് പൈസ മേടിക്കാൻ വേണ്ടി. അപ്പം അയാളോടുള്ള സ്നേഹം കൊണ്ട് പോവുകയല്ല, ലക്ഷ്യം പണമാണ്. ഭക്തന്മാർ അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നു, പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ നമ്മുടെ പരമമായ ലക്ഷ്യത്തിന് കാര്യസാധ്യമാണ്. ഒരു ഇങ്ങനെയുള്ള കാഴ്ചപ്പാട് ഭക്തി എന്ന് പറയാനൊക്കത്തില്ല. ആ ഒരു സമർപ്പണം വരുമ്പോഴാണ് നമുക്ക് അപൂർണമായ ഭക്തിയാകുന്നത്. കാര്യം നമ്മൾ ഇച്ഛിക്കാതെ തന്നെ നടത്തിക്കൊണ്ട് തരും. മറ്റെല്ലാം മറക്കാൻ കഴിഞ്ഞാൽ ഈശ്വരൻ്റെ മാർഗവും ലക്ഷ്യവുമായി മാറും. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ശ്രീകൃഷ്ണപ്രേമത്തിൽ മനസ്സിലിഞ്ഞ് മറ്റെല്ലാം മറന്നുപോയ കുചേലിൻ്റെ കാര്യവും ഇത് തന്നെയാണ്. കുചേലിൻ്റെ കഥയിൽ അത്രയും മക്കളുണ്ടായിട്ടും ഭഗവാന്റെ അടുത്ത് ചെന്ന സമയത്ത് മക്കളെയല്ല ഓർത്തത്, ഭാര്യ പറഞ്ഞ വീടല്ല ഓർത്തത്. അവരും വല്ലതും സമർപ്പിക്കുകയാണ്. തൻ്റെതായിട്ടല്ല, മറ്റുള്ളവരുടെ അടുത്ത് മേടിച്ച് കൊണ്ട് പോകുന്നില്ല. അപ്പോൾ തൻ്റെതായിട്ട് കൊടുക്കുന്ന അവിടില്ല, യാചിച്ച് കിട്ടിയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ തൻ്റെതൊന്നും കൊടുക്കുന്നില്ല, അങ്ങനെ കൊണ്ട് സമർപ്പിക്കുകയാണ് ദാസ്യഭാവത്തിൽ. അപ്പോൾ എല്ലാം മറന്നു ഭഗവാനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവ ഭക്തൻ്റെ ദാസനായ ഭഗവാൻ. പിന്നെ ആ കുചേൽ കുബേരനായി. ഞാനൊന്നും അല്ലാതെ എല്ലാം ആയി തീർന്നു. വിത്തിൻ്റെ തോട് പൊട്ടിയപ്പോൾ അത് വൃക്ഷമായി. ഹീറോ ആവെന്ന് പറയുന്ന കാര്യം അതാണ്. ആ ശരണാഗതിയുടെ തത്വമാണത്. ഭക്തരെന്ന് പറയുമ്പം സ്നേഹം, കാരുണ്യം, വിനയം ഇതൊക്കെ വരുന്ന ആ ഒരു ഭാവത്തിൽ കൂടിയേ അതാണ് ഇത് ഹൃദയം ഈശ്വരനാകുന്ന ആ അമ്പലം തുറക്കാനുള്ള താക്കോൽ. ഇപ്പം നമ്മുടെ താക്കോലുമുണ്ട്, മുറിയുണ്ട്. പക്ഷെ തിരിച്ചിട്ട് തുറക്കാൻ ശ്രമിക്കുക. ആ താക്കോലിട്ട് തിരിച്ച് ശ്രമിക്കുക. അതുകൊണ്ട് തുറക്കാനും പറ്റുന്നില്ല, വേണ്ട നേടിയെടുക്കാനും പറ്റുന്നില്ല. ഇത് പറയുമ്പോൾ അമ്മ ഒരു കഥ ഓർക്കുകയാണ്. ഒരാൾ യാത്ര കാട്ടിലോട്ട് കയറി പോവുക. അപ്പോൾ ആ കാട്ടിൻ്റെ സെക്യൂരിറ്റി പറഞ്ഞ് ദയവ് ചെയ്ത് നിങ്ങളിത് പോരുത്, ഇവിടെ ക്രൂരമായ മൃഗങ്ങളുണ്ട്, സിംഹവും പുലികളൊക്കെ ഉണ്ട്, വളരെ അപകടം പിടിച്ച വഴിയാണ്, നിങ്ങൾ വേറെ വഴി നടന്നു പോകും. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാനെന്തിനും നിങ്ങൾ പറയുന്നത് അനുസരിക്കേണ്ട കാര്യം എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് കേൾക്കാതെ നേരെ നടന്നു പോയി. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു സിംഹം ഗർജിച്ചുകൊണ്ട് വരികയാണ്.
അദ്ദേഹം പേടിച്ച് വിറച്ച് കണ്ണടച്ചിങ്ങനെ മുറുകെ പ്രാർത്ഥിക്കാനുണ്ട്. ഭഗവാനെ അങ്ങല്ലേ പണ്ട് നരസിംഹരൂപമായി അവതരിച്ചത്, ഇത് അങ്ങ് തന്നെ ആയിരിക്കണേ, എനിക്കൊരാപത്തും വരുത്തരുതേ. അപ്പം ഇദ്ദേഹം അർജുനൻ കണ്ണു തുറന്നപ്പം സിംഹവും കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇയാൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അപ്പോൾ അയാൾ സിംഹം കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇയാൾക്ക് സന്തോഷമായി. ഭഗവാനെ അങ്ങേൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇയാളുടെ വഴിപ്പോക്കൻ സന്തോഷമായി. പക്ഷേ സിംഹത്തിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: ഭഗവാൻ, ഈ മഹാപ്രസാദം എനിക്ക് വേണ്ടി അങ്ങ് അയച്ചതിന് തീരാത്ത നന്ദി എന്നും പറഞ്ഞുകൊണ്ട് ബ്രഹ്മാർപ്പണം ചെല്ലുക. വിവേകശക്തി ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടും. ഭഗവാൻ നമുക്ക് വിവേകശക്തി തന്നു, അത് നമ്മൾ ഉപയോഗിക്കുകയില്ല, ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കത്തുമില്ല. ഇതാണ് നമ്മുടെ രീതി പലരുടെയും. അതുകൊണ്ട് വിനയം നമ്മൾ വളർത്തിയെടുക്കണം. ആ വിനയത്തിലാണ് എല്ലാം വന്നു ചേരുന്നത്, എല്ലാ ഗുണങ്ങളും. വിനയമുണ്ടെങ്കിൽ എല്ലാം വരുന്നതിനെല്ലാം മധുരമാക്കി തീർക്കും. മനസ്സാകുന്ന മരുഭൂമിയിൽ വിനയമാകുന്ന കുഴി കുഴിച്ച് ജ്ഞാനമാകുന്ന വിത്തിട്ട് കാരുണ്യമാകുന്ന ജലം ഒഴിച്ചു രാഗമാകുന്ന കളകൾ പറിച്ചാൽ പ്രേമമാകുന്ന ആ വൃക്ഷത്തിൽ അതിമധുരമായ കായകളും പൂക്കളും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. ആ ഒരു ഭാവത്തെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. When you're with the Sadguru, Amma kind of creates these situations that seem impossible or almost borderline ridiculous. You know, like you can take big things. For example, when Amma inaugurated the hospital in Kochi, 97, 98. At that time, the ashram was still relatively small. Amma told you, let's go, Swamiji, go and get the Prime Minister of the country to come for the inauguration. Nobody really knew Amma so well then. It seems like such a far-fetched thing. Or you mentioned, I'm sure many people here will remember about your satsang on Amma's birthday when you had what's called Steven Johnson, which is actually a horrific allergic reaction where your entire body is covered with pustules and wounds and it's life-threatening. And still Amma said, no, Mone, you continue the tour of the Middle East. I couldn't believe that somebody with that condition could even travel, let alone sing and give satsang. So all these kind of seemingly ridiculous things that sometimes you are pushed into. Did you feel fear in those situations as well, or was there also that complete aspect of fearlessness? I would have been petrified. I think so. Yes. I was so. Yes, inauguration of Ames Amrita Institute of Medical Sciences in 1998 and Amritavarsham 50, Amma's 50th birthday celebrations, the mega event held in 2003. They both were absolutely exciting events. I would say during the preparational period, I had profound experiences of self-forgetfulness when I could experience the spiritual truth, karma for karma's own sake. Working with joy, working with love, working with bliss, converting work into a worship, all these spiritual truths came true. Inviting the Prime Minister, of course, that was, big task, huge task, but it happened. It just happened. It just unfolded. Did you feel anxious when you're just walking in? I had other people with me. One person was O. Rajagopal, then MP. He was a devotee of Amma. We were, I think 4 or 5 people. And it was, Atal Bihari Vajpayee was the Prime Minister. And we explained the things to him. And then suddenly, in that very moment, he said, yes, I will come. I mean, That's an incredible thing. this is exactly what happened. It did not even take 5 minutes. I don't know what happened. I mean, it's difficult to explain. And the third incident in your question, whether I had any fear about the medical allergy, the Steven Johnson syndrome, in 1996, during my first visit to Kuwait, the answer is no. The other 2 incidents, the Amritavarsham 50 and inaugural ceremony of Ames, I had little fear, yes. But the predominant feeling, the predominant emotion was not fear. But here, I had absolutely no fear. Yeah. And the day before I left for Kuwait, I was in Amma's room. I got some prasad blessed for the devotees and prayed for her grace for the success of the programs. When I lifted my face, after offering my pranams, Amma looked deep into my eyes. As always, her eyes were radiant with compassion, but I could also see a concern, an unknown sadness there. And she said, Mone, something is not right. I don't feel like letting you travel now. Amma paused and then continued, it's okay, don't worry, Amma is with you. So I could tangibly feel the powerful vibration in Amma's words. However, when Amma said, don't worry, Amma is with you, that gave me the much needed assurance. So I left for Kuwait. Within a day, my legs were swollen and the whole body was covered with blisters.
It got worse and worse. No medicines worked. The pain and the discomfort day by day, it increased. I realized, I knew I was sick. I was very, very sick. I couldn't sit, sleep, or eat properly. Even so, I remember so vividly I had no fear, as I strongly felt Amma's protection. And finally, the devotees persuaded me to go back, even though they were a little sad. They persuaded, they pressurized me, and finally I decided to cancel the programs, booked a ticket back to India. Within 45 minutes after that decision was made, I received a phone call from Amma. Over the phone, Amma said, "Son, Amma knew that something bad was going to happen. And Amma knows that you are very sick and has a lot of pain." I said, "Amma, I'm cancelling the programs and coming back." There was a pause. Then Amma said, "ഇവിടുത്തെ മക്കൾ വിഷമിക്കല്ലേ? അല്ല, മോന് ശരീരസുഖമില്ലെങ്കിൽ പോരെ, മോൻ്റെ ഇഷ്ടം. So the children there will feel sad, won't they? However, come back if you are physically not well." And the last sentence was, "As you wish." Only 3 sentences and the conversation was over. But just those few words over the phone created a sudden shift in my perception about the whole situation. My physical condition remained the same, but my mind was so calm, relaxed, and peaceful. Suddenly, I realized that the pain wasn't affecting me. I felt rejuvenated. I was overcome with a new energy, a new vision, as though I just received a pair of new eyes. So Amma, in her infinite compassion, knew that my yearly visit to the Middle East countries were like a huge celebration for them. Perhaps Amma was giving me an opportunity to feel happy in the happiness of others, to put others in front of you. And indeed, their joy and festive atmosphere filled my heart with happiness. And it was only because of Amma's infinite grace that I could stay in Kuwait until the last day to complete the last program and the last house visit. And I somehow made it back to India. So as you said, in the illness, they couldn't diagnose my disease there. Only after getting back to India did they proper prognosis that it was Stephen Johnson syndrome.